ഹായ്, എല്ലാവർക്കും ദ ട്രാവൽ സ്റ്റോറീസ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് ഞാൻ കുറച്ച് കാലം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 സൂപ്പർ ഫുഡ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യത്തെ പറ്റിയിട്ട്, അതായത് 2 ഫുഡുകളാണ് പരിചയപ്പെടുത്തിയത്. ഒന്ന് ഹോഴ്സ് ഗ്രാം, ഒന്ന് ആഷ് ഗർഡ്, അതായത് മുതിര, പിന്നെ നമ്മുടെ കുമ്പളങ്ങ എന്ന് പറയില്ലേ, ഇളവൻ എന്ന് പറയുന്ന അതിനെ പറ്റിയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം വീണ്ടും ഒന്ന് പറയണം തോന്നി. അതിൻ്റെ കാരണം അസഹനീയമായ ചൂടാണ്. ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. ഏകദേശം 2016 മുതൽ ഇവിടെ താമസിക്കുകയാണ്. അന്നൊന്നും 16, 17, 18, 19 ഇത്രയും ചൂട് ഇവിടെ വേനൽക്കാലത്ത് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ അസഹനീയമായ ചൂട്. ക്ലൈമറ്റൊക്കെ എല്ലായിടത്തും മാറി. കേരളത്തിലൊക്കെ ഭയങ്കര ചൂട്. പാലക്കാട് 41 ഡിഗ്രി, തൃശ്ശൂർ 40 എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമുക്ക് വിചാരിക്കാൻ കൂടെ പറ്റാത്തൊരു ചൂടാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ പറയുന്നത് വെച്ചാൽ, ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. അതായത് നമുക്ക് പലർക്കും പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പല ആൾക്കാരും ഞാൻ പറഞ്ഞിട്ട് ഇതിനെ അവഗണിച്ച് കളയാണ്. അതായത് ഞാനൊരു ഈഷ ഫൗണ്ടേഷൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ യാദൃശ്യമായിട്ട് കണ്ടപ്പോൾ അതിൽ പറഞ്ഞ 2 ഫുഡുകളിൽ ഒന്നാണ് ഈ ആഷ് ഗർഡ് എന്ന് പറയുന്നത്. അതായത് ഇളവരം നമ്മുടെ നാട്ടിൽ പറയും, കുമ്പളങ്ങ എന്ന് പറയും. അതായത് ഈ ഫുഡ് നമ്മുടെ ബ്രാഹ്മിൻസിൻ്റെ ഡയറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവർ ബ്രാഹ്മിൻസിൻ്റെ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സാമ്പാർ അങ്ങനെയുള്ള ഇതിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കും. ബ്രാഹ്മിൻസൊക്കെ സ്ഥിരം ഉപയോഗിക്കും. അതിൻ്റെ വെച്ചാൽ ഇതിൻ്റെ കുറേ ഔഷധ ഗുണങ്ങളെ പറ്റി നമ്മുടെ നാട്ടുകാർക്ക് തീരെ അറിയില്ല എന്നുള്ളതാണ് സത്യം. അതൊരു യാഥാർത്ഥ്യമാണ് ശരിക്കും. ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ആയുർവേദ മരുന്നുകൾ പലതിലും ഉപയോഗിക്കുന്നതാണ് ഈ കുമ്പളങ്ങ എന്ന് പറയുന്ന സംഭവം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് യാതൊരു വിലയില്ല. പാടങ്ങളിലൊക്കെ ഇഷ്ടംപോലെ കിടക്കും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ദിവസം ഒരു 6 മണിക്കോ ഒരു 7 മണിക്ക് മുമ്പായിട്ടെങ്കിലും പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ, ഒരു അരമണിക്കൂർ നടന്നു തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ആ ദിവസം നമുക്ക് ഏതുതരം കൃത്രിമമായിട്ടുള്ള കാര്യം ഹോർലിക്സ് കഴിച്ചാലോ ഒന്നും തന്നെ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടില്ല. നമ്മുടെ ശരീരവും മനസ്സും ഏകരമായിട്ട് ഏതൊരു പ്രസന്നമായിട്ടിരിക്കും ആ ദിവസം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഏതൊരാൾക്കും അതൊരു നമുക്ക് ഒരു പ്രകൃതിയുടെ ഒരു വരദാനമാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ആഷ് ഗർഡ് എന്ന് പറയുന്ന സംഭവം നമ്മൾ തൈര് കഴിച്ചാലോ ജ്യൂസ് കഴിച്ചാലോ വെള്ളരിക്ക കഴിച്ചാലോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു തണുപ്പുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. ആ തണുപ്പ് ഒരു കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അതൊരു ദിവസം മുഴുവൻ നിൽക്കുന്ന ഒരു ഇതല്ല. ഈ ആഷ് ഗർഡ് എന്ന് പറയുന്ന ഒരു കൂളൻ്റാണ്, ഒരു നാച്ചുറൽ കൂളൻ്റാണിത്. ഞാൻ ഉപയോഗിച്ചപ്പോൾ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നി. ഞാൻ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ലെന്ന് തോന്നി. അത് നമ്മൾ ഒന്നും ചെയ്യേണ്ട. ഈ ഇളവൻ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ തൊലി കളയുക. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇതുണ്ടാവില്ലേ, കുറച്ച് കുരുക്കളും വേസ്റ്റ് ഭാഗം ഉണ്ടാവും. അത് കളയുക. അതിൻ്റെ ആ ഒരു അത് കട്ട് ചെയ്തെടുക്കുക. അത് കട്ട് ചെയ്തെടുത്ത് നമ്മൾ മിക്സിയിലിട്ട് ജ്യൂസ് ആക്കുക. ജ്യൂസ് നമ്മൾ എടുത്തതിന് ശേഷം ഏകദേശം ഒരു നമ്മുടെ ജ്യൂസ് ഗ്ലാസ്സിന് അത്രയും എടുക്കണം. എനിക്കൊന്ന് 1/2 കിലോ വേണ്ടി വരുമായിരിക്കും അത്ര ഒരെടുക്കുന്നതിന് വേണ്ടി. അത്ര എടുത്തതിന് ആ ജ്യൂസ് ആക്കിയിട്ട് അത് നമ്മുടെ അരിപ്പയിൽ വെച്ചിട്ട് അരിച്ച് മേളിൽ എന്തെങ്കിലും ഒരു തവി വെച്ചിട്ട് അമർത്തി കൊടുത്താൽ അത് ആ ഒരു പൾപ്പ് ജ്യൂസ് കിട്ടും. അതിൽ നമ്മൾ ഒരു അര നാരങ്ങയും പിഴിഞ്ഞ് ഒരു സ്പൂൺ പെപ്പർ പൗഡറായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പ്, ഒരു മത്ത് മണം മാറി കിട്ടും, നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ രാവിലെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് തരാം, നമ്മുടെ ഈ ചൂട് കാലത്തുള്ള ഒരു വലിയൊരു അളവിലുള്ള പ്രശ്നങ്ങൾ, അതായത് നമ്മളിപ്പോൾ നമ്മുടെ ശരീരം കൂളാണെങ്കിൽ പുറത്തെ ചൂട് നമുക്ക് അത്ര അറിയില്ല. നമ്മുടെ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കുളിച്ച് റിലാക്സ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ ചൂട് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം വെറുതെ ഇരിക്കുന്ന ആൾക്ക് ആ ചൂട് ഫീൽ ചെയ്യും. കാരണം അയാളുടെ ബോഡി തണുത്തും ഇയാളുടെ ബോഡി ചൂടുമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബോഡിയെ നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തേക്ക് കൂളാക്കും. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിക്കുക. നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ആദ്യം ഞാൻ പറയുന്ന മുഴുവൻ നിങ്ങളൊരു ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്ത് മാറ്റം ഉണ്ടാവും നമുക്ക് അറിയാം. അപ്പോൾ നിങ്ങളതിൻ്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഇലക്ഷൻ 5 പേരാണ് കുഴഞ്ഞു വീണ് മരിച്ചത് ഈ ചൂട് കാരണം, 5 വയസ്സായ ആൾക്കാർ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതൊരു നമുക്ക് ഈ ചൂടിനെ പ്രതിരോധിക്കാൻ ഏറ്റവും ഫലപ്രദമായൊരു മാർഗ്ഗമാണ് ശരിക്കും പറയുന്നത് ഈ ആഷ് ഗർഡ് എന്ന് പറയുന്നത്, കുമ്പളങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഇളവൻ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഗുണം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഇത് ഞാൻ അത്രയും അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി വീഡിയോ ചെയ്തു. നിങ്ങൾ എന്തായാലും മറ്റുള്ള ആൾക്കാർക്ക് കൂടി ഉപകാരപ്പെടട്ടെ. നമ്മുടെ നാട് ചൂട് കൂടിക്കൊണ്ടിരിക്കുക. ചൂട് കൂടിയവരുടെ മനസ്സും ശരീരവും ഒക്കെ അസ്വസ്ഥമാകും. ഇത്തരം ആൾക്കാർക്ക് ഉറക്കം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. എത്രയോ ആൾക്കാർക്ക് AC ഇല്ലാത്ത AC ഉള്ളവർക്ക് കുഴപ്പമില്ല, AC ഇല്ലാത്തവരെന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. ഇത് എത്രത്തോളം കഴിച്ചാലും യാതൊരു പ്രശ്നവുമില്ല. എത്രത്തോളം ഉപയോഗിക്കാം അത്രത്തോളം ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ആസ്മയുള്ളവർ ഇടയ്ക്കിടയ്ക്ക് കോൾഡ് വരുന്നവർ ഉപയോഗിക്കരുത്. കാരണം ഇത് ബോഡി വളരെ പെട്ടെന്ന് കൂളാക്കുന്നതുകൊണ്ട് ഈ കോൾഡ് വരാനുള്ള സാധ്യതയുണ്ട്. കോൾഡ് പെട്ടെന്ന് പിടികൂടി മാർക്കാണ്, എല്ലാവർക്കും അല്ല. അപ്പോൾ ഒരു പൊതുവിലുള്ള എല്ലാവർക്കും വളരെ ഉത്തമമാണ്. ഒരു ഹെൽത്തി ഡ്രിങ്കാണ് ശരിക്കും. ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഒരു മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്, പഠിക്കുന്ന കുട്ടികൾക്ക്. കാരണം ബോഡി നല്ല കൂളാകുമ്പോൾ അവർക്ക് നല്ല ഏകരമായിട്ട് പഠിക്കാൻ പറ്റും. നമുക്ക് മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് സ്റ്റുഡൻസിന് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ എനർജി വേണ്ട ആൾക്കാർക്ക് ഒരു എനർജി ഡ്രിങ്കാണ്, ഒരു കൂളൻ്റാണ്. നമ്മുടെ ബോഡി പെട്ടെന്ന് സ്റ്റേബിൾ ആക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ മൈൻഡിൻ്റെ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല ഏകരമായിട്ട് കിട്ടും. പഠിക്കുന്നവർക്ക് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും അതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.